ഹലോ, വെൽക്കം ടു സേ ചിയേഴ്സ്. ഇന്ന് സിമ്പിളായിട്ടൊരു പുളിങ്കറി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. നമ്മൾ പാലക്കാട് പൊതുവേ വീടുകളിലൊക്കെ എങ്ങനെ ഉണ്ടാക്കാറുണ്ട്. ആദ്യം ഒരു അര ഗ്ലാസ് തോരപ്പരിപ്പ് എടുത്തിട്ട് നന്നായി കഴുകിയിട്ട് അത് മുങ്ങണ വരെ വെള്ളം ഒഴിക്കുക. എന്നിട്ട് അതിലൊരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ചെറിയ കഷ്ണം കായവും ഇടാം. ഞാൻ കുറച്ച് കായപ്പൊടി ഇടുന്നുണ്ട്. അത് പോരാ തോന്നിയപ്പോൾ ഒരു ചെറിയ കഷ്ണം കായം ഇട്ടു ഞാൻ. ഇതിനെ പ്രഷർ കുക്കറിൽ നന്നായി കുക്ക് ചെയ്തോളൂ. ഇനി ഒരു നെല്ലിക്ക വലുപ്പത്തിൻ്റെ അത്ര പുളി വെള്ളത്തിൽ കുതിർത്ത് വെച്ചോളൂ. പിന്നെ ഒരു കടായിയോ അല്ലെങ്കിൽ ഒരു മൺചട്ടിയോ ചൂടാക്കിയിട്ട് അതിൽ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് എണ്ണ ചൂടാകുമ്പോൾ ഒരു 10 ചെറിയ ഉള്ളി നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കണം. വട്ടത്തിലും അരിയാട്ടുള്ളൂ. ഞാനിതിൽ നീളത്തിൽ അരിഞ്ഞിരിക്കുന്നത്. അതിൽ കുറച്ച് കരുവേപ്പിൻ്റെ ഇല ഇട്ടിട്ട് ഉള്ളി ചെറുതായിട്ടൊന്ന് വതങ്ങിയ ശേഷം, നല്ലോണം വതങ്ങേണ്ട ആവശ്യമില്ല, ചെറുതായിട്ടൊന്ന് വതങ്ങിയ ശേഷം അതിൽ ഒരു തക്കാളി ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കണം. ഉള്ളിയും തക്കാളിയും വതങ്ങുമ്പോൾ തന്നെ അതിലൊരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കണം. ഇനി ഇതിനെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഈ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയൊക്കെ പച്ചമണം പോണ വരെ ഒന്ന് വതക്കിയെടുക്കണം. ഉള്ളിയും തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് വതങ്ങിയ ശേഷം നമ്മൾ കുതിർത്തി വെച്ചിരിക്കുന്ന പുളി ഉണ്ടല്ലോ, അത് പിഴിഞ്ഞതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ചെറിയ ഉള്ളി ഉപയോഗിക്കുമ്പോഴാണ് കേട്ടോ ഈ കൂട്ടാനിൽ കൂടുതൽ സ്വാദ് വരുന്നത്. ചെറിയ ഉള്ളി ഇല്ല എന്നുണ്ടെങ്കിൽ വലിയ ഉള്ളി എടുക്കുക. ഇനി അതിലേക്ക് മുറിച്ച് വെച്ചിരിക്കുന്ന മത്തൻ കഷ്ണം ചേർത്ത് കൊടുക്കുക. ഞാൻ മത്തനാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ മത്തനും കുമ്പളങ്ങയോ അല്ലെങ്കിൽ മത്തനും മുരിങ്ങക്കായോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കഷ്ണം വെച്ചിട്ടോ ഒക്കെ ചെയ്യാം. മത്തൻ കഷ്ണം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് അതിന് വേകാനുള്ള വെള്ളം കുറച്ചുകൂടെ ഒഴിച്ച് കൊടുത്തിട്ട് അടച്ച് വെച്ച് വേവിക്കുക. അല്ലെങ്കിൽ നമുക്ക് കുക്കറിലൊന്ന് വേവിച്ചെടുക്കാം മത്തൻ, എന്നിട്ട് നമുക്കിതിൽ ചേർത്ത് കൊടുക്കാം. അങ്ങനെയും ചെയ്യാം, അത് എളുപ്പമാകും. കഷ്ണം വേകുന്ന വരെ നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം. കഷ്ണങ്ങൾ ഏകദേശം വെന്ത ശേഷം ഉപ്പിട്ട് കൊടുത്താൽ മതി. കഷ്ണം വെന്ത ശേഷം നമ്മൾ അതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന തോരപ്പരിപ്പ് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ട് അതിനെ ഒന്ന് ഇളക്കിയിട്ട് ഒരു 5 മിനിറ്റും കൂടെ അടച്ച് വെച്ച് തിളപ്പിച്ചെടുത്തോളൂ. പരിപ്പ് ചേർക്കുമ്പോൾ കുറച്ച് തിക്കാവും കൺസിസ്റ്റൻസി. അപ്പോൾ ഞാൻ കുറച്ച് ചുടുവെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഗ്യാസ് ഓഫ് ചെയ്തിട്ട് അതിൽ കുറച്ച് കരുവേപ്പിൻ്റെ ഇലയും മല്ലിയില ചെറുതായി അരിഞ്ഞതും കുറച്ച് ചേർക്കണം. ഇനി വറുത്തിടാനായിട്ട് ഒരു തടുക്കാപ്പാൻ ചൂടാക്കിയിട്ട് അതിൽ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം. എണ്ണ ചൂടാകുമ്പോൾ അതിൽ 1 ടീസ്പൂൺ കടുകും ഒരു അര ടീസ്പൂൺ ഉലുവയും ചേർത്തിട്ട് ഒരു വറ്റൽമുളക് പിച്ചിയിട്ടിട്ട് അതിൽ ഒരു 5-6 ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞതും ചേർത്ത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. ഉള്ളിയുടെ കളറൊന്ന് മാറി വരുമ്പോൾ അതിൽ ഒരു അര ടീസ്പൂൺ കായപ്പൊടിയും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഈ കൂട്ടാനിലേക്ക് അതിനെ ഒഴിക്കണം. ഒന്ന് ഇളക്കി കൊടുത്തിട്ട് അടച്ച് വയ്ക്കുക കുറച്ച് നേരം, എന്നിട്ട് വിളമ്പാനെടുക്കുക. ഇത് എളുപ്പത്തിൽ ഉണ്ടാക്കാനും പറ്റും, നന്നായി ഇരിക്കുകയും ചെയ്യും. കഷ്ണം നമ്മൾ കുക്കറിൽ വേവിച്ചെടുത്താണെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും. ഇനി വേറൊരു വീഡിയോയിൽ കാണുന്നവരെ താങ്ക് യു, ബൈ ബൈ.